അരൂര് മുതൽ തുറവൂർ വരെ 12.5 കിലോമീറ്ററാണ് ഇതിന്റെ ദൈർഘ്യം. എലിവേറ്റഡ് ഹൈവേയുടെ ആകാശപാതയുടെ ദൈർഘ്യം 12.5 കിലോമീറ്ററാണ്. ഇത് സംഭവിച്ചത് ഇപ്പൊ അശോക കൺസ്ട്രക്ഷൻസ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തു. പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു യഥാർത്ഥത്തില് ഒരു നേരത്തെ മുൻകൂട്ടിയുള്ള പ്രവർത്തികൾ ഇവർ ചെയ്തില്ല. അതിന് ഉത്തരവാദപ്പെട്ട അന്നത്തെ അധികാരികൾ അതിന് വേണ്ട ശ്രമം നടത്തിയില്ല എന്നുള്ള അതിന്റെ ഒരു തിക്ത ഫലമാണ് ഇപ്പൊ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുന്നൊരുക്കമില്ലാതെയുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. ഇത്രയും വലിയൊരു പ്രോജക്ട് നടപ്പിലാക്കുമ്പോൾ അതിന് മുന്നൊരുക്കം വേണം. അതൊരു 5-6 മാസക്കാലത്തെ മുന്നൊരുക്കം കൊണ്ട് ബൈറൂട്ടുകൾ അത് ഗതാഗത യോഗ്യമാക്കി വേണ്ടിയിരുന്നു ചെയ്യാൻ. ഇത് എറണാകുളത്തേക്ക് പോകുന്ന 2 വഴിയാണുള്ളത്. തുറവൂരിൽ നിന്ന് കിഴക്ക് MLA റോഡ് വഴി അഴീക്കുറ്റി വഴി കയറാം, പടിഞ്ഞാറ് എഴുവിന്റെ കുമ്പളങ്ങി വഴി നേരെ എറണാകുളത്ത് എത്താനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഈ 2 റോഡും സ്ട്രെങ്തൻ ചെയ്തിട്ട് വേണ്ടിയിരുന്നു ആകാശപാതയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ. അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്തതിന്റെ പുറത്താണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വളരെ തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. അവിടെ തുറവൂർ അമ്പലത്തിൽ ഇന്ന് ചിങ്ങം പ്രമാണിച്ച് 10,000-കണക്കിന് ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നത്. രാവിലെ മുതൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് ആരുടെയെങ്കിലും മേളിൽ വീഴുന്നെങ്കിൽ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കിയേ. ഇത് വലിയ അപകടകരമായി. ഇത് മുന്നൊരുക്കമില്ലാതെ നടത്തിയ ഒരു പ്രവൃത്തി. അതിന്റെ ഫലമാണ് 51ഓളം ആളുകളാണ് ഇവിടെ മരണപ്പെട്ടത്. 51 മേൽ ആൾക്കാർ മരണപ്പെട്ടു. കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇൻഷുറൻസ് കമ്പനി തുക കൊടുക്കുമെന്ന് മാത്രമാണ് ഈ പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളൂ എന്ന് പറയുന്നത് MACT അനുസരിച്ച് കിട്ടുന്നതല്ലാതെ അവർക്ക് വേണ്ട ഒരു സഹായവും ഇവരാരും ചെയ്യുന്നില്ല. ഇത്രയും നിരുത്തരവാദപരമായ ഒരു പ്രവൃത്തി ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അത്രയേറെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വികസനം വേണം, വികസനത്തിന് ആരും എതിരില്ല. പക്ഷെ മുന്നൊരുക്കമില്ലാതെ നടത്തിയ പ്രവൃത്തി അതാണ് ഈ ആകാശപാത നിർമ്മാണമായിട്ട്. ഞാൻ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. ഇത്രയും ബുദ്ധിമുട്ട് ഇതുവരെയും ഈ അരൂർ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാണയുടെ നിർമ്മാണം നടത്തിയില്ല. അതോടൊപ്പം തന്നെ കാണ നിർമ്മാണിക്കാതിരിക്കുമ്പോൾ തന്നെ വെള്ളം കെട്ടിനിന്ന് പമ്പ് വെച്ച് അരൂർ ക്ഷേത്രത്തിന്റെ അവിടെയൊക്കെ പമ്പ് വെച്ചാണ് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ജനങ്ങളുടെ കാൽനടക്ക് പെഡസ്ട്രിയന്മാർക്ക് നടക്കാൻ ഒന്ന് നടന്നു പോകണ്ടേ, അത്രയ്ക്ക് ദുരിതമനുഭവിക്കുകയാണ്. അപ്പൊ അത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇത് രംഗത്ത് പുറത്തു കൊണ്ടുവന്ന് വേണ്ട നടപടി ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇതിപ്പോൾ ഏറെ ദിവസമായി തന്നെ അവിടെ ഈ റോഡ് പണിയും ഒക്കെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ദേശീയപാത നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു മുന്നൊരുക്കം, അതല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനമെങ്കിലും നടത്തേണ്ടതല്ലേ? കാരണം ഈ ആളുകൾ ദിവസേന യാത്ര ചെയ്യേണ്ടതാണ്. സ്കൂളുകളിലും കോളേജുകൾ അല്ലെങ്കിൽ ഓഫീസ് അങ്ങനെ പോകേണ്ട ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഈ റോഡ് പണി എന്ന് തന്നെയല്ലേ നമുക്ക് പറയേണ്ടത്? അത് തന്നെ പറയേണ്ടത്. ഇത് മുന്നൊരുക്കമില്ല. ഇത് അന്നത്തെ ജനപ്രതിനിധികൾ, അന്നത്തെ MP ആയാലും അന്നുണ്ടായിരുന്ന MLA ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഇതിനു വേണ്ടി ഒരു മുന്നൊരുക്കം തുടങ്ങിയിട്ട് മാത്രമായിരുന്നു ഈ നിർമ്മാണം തുടങ്ങി വയ്ക്കാൻ. അത് ചെയ്യാതിരുന്നതിന്റെ പ്രശ്നമാണത്. അന്നത്തെ ജനപ്രതിനിധികൾ കാണിച്ച അലംഭാവമാണ്. അത് മുന്നൊരുക്കം നടത്തി അതിന് വേണ്ട ഈ മറ്റുള്ള ഗതാഗത യോഗ്യമായ റോഡൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് ഇതിന്റെ സൈഡിൽ കാണപ്പെടുന്നത് വേണ്ട ജനങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിട്ട് വേണ്ടിയിരുന്നു ഇതിന്റെ നിർമ്മാണം തുടങ്ങാൻ. അതായിരുന്നു വേണ്ടിയിരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.